ഹായ് ഫ്രണ്ട്സ്, ഡ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനന്ന് വന്നിട്ടുള്ളത് തേങ്ങാപ്പട്ടണമാണ് കേട്ടോ. തേങ്ങാപ്പട്ടണം നമ്മുടെ തമിഴ്നാട് തേങ്ങാപ്പട്ടണം. അപ്പോൾ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. വേറെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം നല്ലൊരു ലൂർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ പിടിച്ചതിന് ശേഷം ഞാൻ ലൂറിനെ കാണിച്ച് പരിചയപ്പെടുത്താം. ഡ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിംഗ് മീൻ അടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, മീൻ അടിച്ചു കേട്ടോ, രക്ഷയില്ല. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ലൂറല്ല കേട്ടോ, ഷാഡ് ഇതാണ്. ഇതാണ് കേട്ടോ ഷാഡ്, വൈറ്റ് കളർ ഷാഡാണ് കേട്ടോ, വൈറ്റ് കളർ ഷാഡ്. പിന്നെ റോക്ക് ആൻഡ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ് കേട്ടോ അത്, റോക്ക് ആൻഡ് ബൈറ്റ്. അത് വരുന്ന ജിഗ് ഹെഡ് ജാബേഴ്സിൻ്റെ ജിഗ് ഹെഡാണ്, റെഡ് കളർ 5 ഗ്രാം വരുന്ന ജിഗ് ഹെഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അപാര റിസൾട്ടാണ്. ചെമ്പല്ലി, കാളാഞ്ചി, വറ്റ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു, മീൻ മിസ്സായി പോയി കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ, തന്നെ മീൻ അടിച്ചു കേട്ടോ, അതിൽ രക്ഷയില്ലായിരുന്നു. ഇവിടുന്ന് ബ്രൈഡ് വന്നിട്ട് ലിഗ്മയുടെ ബ്രൈഡാണ് കേട്ടോ. ലിഗ്മയുടെ ബ്രൈഡ് 25 LB ആണ് കേട്ടോ, ബ്രൈഡാണ് കിടക്കുന്നത്. പിന്നെ ലീഡർ ലൈൻ വന്നിട്ട് ഹവാസിൻ്റെ 10 LB ലീഡർ ലൈനാണ് കിടക്കുന്നത്. 10ാം നമ്പർ സ്നാപ്പ് ലോക്കാണ് കേട്ടോ കിടക്കുന്നത്, മസ്റ്റാർഡിൻ്റെ. മീൻ പോയി. ഓ, മീനാണ് കേട്ടോ, മീൻ തിരിയില്ല. എന്താ ബ്രൈഡൊക്കെ നഷ്ടപ്പെടും, അതുകൊണ്ടാണ് ബ്രാഗിളാക്കിയത് കേട്ടോ. ഒരുപാട് ദൂരം പോയി മീൻ. പൊട്ടിപ്പോയി കേട്ടോ. ലീഡർ ലൈന് 10 LB ലീഡർ ലൈനാണ് കേട്ടോ കിടന്നത്. രക്ഷയില്ല. അയ്യോ, അസാധ്യപ്പെടുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പിടിയാണ്. ലീഡർ ലൈൻ്റെ എൻഡിൻ്റെ ഭാഗം അതെവിടെ വെച്ചിട്ട് പൊട്ടിപ്പോയി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പിടിയായിരുന്നു. നല്ല ട്രാക്കാണ് കേട്ടോ ഇരുന്നത്.
നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഷാട്, ഒരു രക്ഷയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് മീനടിച്ച് മീൻ പൊട്ടിച്ചുകൊണ്ടൊക്കെ പോയി കേട്ടോ. നമ്മൾ എന്ത് പറയാൻ, നല്ല റിസൾട്ടുള്ളൊരു ഷാഡാണ് കേട്ടോ. എനിക്കിതുവരെ ഒരു മീൻ പോലും കരയിലോട്ട് കിട്ടിയില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഷാഡ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ടുള്ള ഷാഡാണ്, രക്ഷയില്ല, പറയാനില്ല. ഈ ജിഗ് മസ്റ്റായിരിക്കണം. ജിഗ് റെഡ് തന്നെ ആണെങ്കിൽ മീൻ നമുക്ക് അടിക്കുള്ളൂ കേട്ടോ. ഉപകാര റിസൾട്ടാണ് ഈ സാധനം. വടയോട്, ഇത് ചെമ്പല്ലി, കാളാഞ്ചി, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉറപ്പായിട്ടും. വറ്റ പിന്നെ കണ്ടാവൻ വിടില്ല കേട്ടോ, ഉറപ്പായിട്ടും. സാധാരണ ഈ ചെമ്മീൻ കണക്കിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ വിടില്ല, ഉറപ്പായിട്ടും അടിക്കും. പിന്നെ ബ്രൈഡ് അത്യാവശ്യം ഒരു 30 LB എങ്കിലും ഇടാൻ നോക്കുക. അതുപോലെ തന്നെ ലിറ്റർ ലൈന് 30 LB ഇട്ട് കഴിഞ്ഞാൽ, 30 LB ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മീൻ കയറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹെവി മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, കാര്യം തിരിയത്തില്ല. മീൻ ഇത്രയും സ്പൂൾ ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അത്രയും ഈ കൂടുതലും ഈ അൾട്രാലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഇത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ജിഗ് കേട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഈ ബ്രൈഡ്, അതായത് ഒരു 20 LB 25 LB ആ റേഞ്ചുള്ള ബ്രൈഡൊക്കെയാണ് നമ്മൾ ഈ അൾട്രാലൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് മീൻ കിട്ടാത്ത കാരണം അത് തന്നെയാണ്, പൊട്ടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മീൻ അടിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ LB കുറയുമ്പോഴേക്കും. ഈ 10 LBയോ 10 LB 6 LB ഇങ്ങനെയൊക്കെയുള്ള ലീഡർ ലൈനിലും റൈഡിലൊക്കെ പെട്ടെന്ന് ആ ലൈന് മീൻ കാണാൻ പറ്റാത്തതുകൊണ്ട് മീൻ പെട്ടെന്ന് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മീൻ കിട്ടാനും ചാൻസ് കുറവാണ്. മീനടിക്കും, മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അത് മണലുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഓടിച്ച് കയറ്റാൻ പറ്റും. അതും വലിയ മീനൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു കിലോ 2 കിലോ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ലൈനിൽ കയറ്റാൻ പറ്റും. 10 LB 20 LBയിലൊക്കെ നമുക്ക് മീൻ കയറ്റാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ സാധാരണ സാധനം കേട്ടോ, ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. ഓക്കെ, ബായ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് കണ്ടോ നൈറ്റാണ് കേട്ടോ മീൻ അടിച്ച മീൻ. ഒരു 1.5 കിലോ റേഞ്ച് വരും കേട്ടോ. സൈസുണ്ട്. നേരത്തെ മീനിൻ്റെ 3 പൊട്ടിച്ചുകൊണ്ട് വരുന്നത്, അത് പറ്റിയ എന്ത് മീനാണെന്ന് അറിയില്ല. എന്തായാലും സ്കൂൾ ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സൈസുള്ള മീനാണ് കേട്ടോ അടിച്ചത്. നമ്മുടെ സ്റ്റാഡിക്കിൻ്റെ അറിയില്ലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഷാഡ് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും. നമുക്ക് ഉറപ്പായിട്ടും എനിക്ക് നേരത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ.